ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സീഡിനെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കരിഞ്ജീരകത്തിനെ പറ്റിയിട്ടാണ്. കരിഞ്ജീരകം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സാധാ ജീരകത്തിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കരിഞ്ജീരകം എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് കളറിലായിരിക്കും. ഏകദേശം ഒരു എള്ളിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വലിപ്പമുള്ള കുറച്ച് കട്ടിയായിട്ട് കാണപ്പെടുന്ന ഒന്നായിരിക്കും കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മുടെ സാധാ നല്ല ജീരകം തരുന്നതിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ, അതിലും കൂടുതൽ ഒരുപാട് ബെനിഫിറ്റുകൾ തരുന്നതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ബെനഫിഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9, പൊട്ടാസ്യം, അയൺ, കോപ്പർ, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി, ഇങ്ങനെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സാധാരണയായിട്ട് PCOD ഉള്ള സ്ത്രീകൾ, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള സ്ത്രീകൾ, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഉള്ള സ്ത്രീകൾ, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ബ്ലീഡിങ് വരും, പിന്നെ ഉണ്ടാവില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് ജലദോഷം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ബ്ലീഡിങ് ഉണ്ടാകും, അതിനുശേഷം ചിലപ്പോൾ ഹെവി ആയിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്. അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ മെൻസ്ട്രേഷൻ ഫ്ലോയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾ, അതുപോലെ യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ സ്കാനിങ്ങിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ഓവറോൾ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ കരിഞ്ജീരകം നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ഇനി പുരുഷന്മാർക്കാവട്ടെ അവരുടെ ഓവറോൾ സെക്ഷുവൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും സ്പേമിൻ്റെ ചലനശേഷി കൂട്ടുന്നതിനും സ്പേമിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതെല്ലാത്തിനും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതുപോലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ഈ കരിഞ്ജീരകം ഒരുപാട് സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറയുമ്പോഴേക്കും നമ്മളിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്നത് കരിഞ്ജീരകം ഇട്ടിട്ടാണ്. കാരണം കൊറോണയൊക്കെ വന്നിരുന്ന സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയുമല്ലോ, നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഞങ്ങൾ കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് അതൊന്ന് നിർത്തി, അതിന് ശേഷം പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ തുടങ്ങി. കാരണം കോവിഡ് വരുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചൊന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെയും ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങുന്നത്. ഇപ്പോൾ വീണ്ടും കരിഞ്ജീരകം ഇട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, ഒരു കലം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കുറച്ച് നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് കരിഞ്ജീരകം ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലിറ്റിക്ക് ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട. കാരണം ഒരു കലം വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോഴേക്കും അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം അതിൽ ആ ഒരു കലം വെള്ളത്തിലല്ലേ മുഴുവനായിട്ട് എത്തുള്ളൂ. ആ ഒരു കലം വെള്ളം മൊത്തം നിങ്ങൾ കുടിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് അളവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുറച്ച് കരിഞ്ജീരകം എടുത്തിട്ട്, ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് നമ്മുടെ കരിഞ്ജീരകം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കുക. നല്ലപോലെ അങ്ങോട്ട് തിളച്ച് ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നതിൻ്റെയോട്ട് ചുരുങ്ങുന്ന രീതിക്ക് കുറച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആറിയതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് കുടിക്കുക കേട്ടോ. നല്ലതാണ്, ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു വിറ്റമിൻസ് എല്ലാം ആ വെള്ളത്തിലോട്ട് എത്തുന്നതിനും ആ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ തേനും ചേർത്ത് 1-2 പിഞ്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതും കുടിക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുക. അതായത് ഇപ്പോൾ ഒരിത്തിരി നമ്മൾ ഒരുപാട് കരിഞ്ജീരകമൊന്നും ഇടണ്ട കേട്ടോ. നമ്മൾ ബെനിഫിറ്റുകൾ കൂടുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും ഇടരുത്. ഞാൻ പിന്നെ പറയുകയാണ്, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന 1-2 പിഞ്ച് മാത്രം, കുറച്ച് 2-3 പിഞ്ചെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരിത്തിരി, നമ്മൾ ഇപ്പോൾ ഉപ്പൊക്കെ ഇടില്ലേ, ആ ഒരു കണക്കിന് ഒരിത്തിരി മാത്രം ഇട്ടിട്ട് ഇത് തിളപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയാറില്ലേ, അപ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഉള്ള വെള്ളത്തിൽ സെപ്പറേറ്റ് കരിഞ്ജീരകം ഇട്ട് നിങ്ങൾ തിളപ്പിച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് കുടിച്ചുകൊണ്ടിരിക്കുക. ആ ഇട്ട വെള്ളം അന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാകത്തിനായിരിക്കണം വെള്ളം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട. അന്നത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അത്രയും മാത്രം നിങ്ങൾ അതിട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക. അതല്ലെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് മാത്രം
രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങളിത് തിളപ്പിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളത് 1 ഗ്ലാസ് ആക്കി ചുരുങ്ങുന്നത് വരെ തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കുക കേട്ടോ. ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കിട്ടും. മാക്സിമം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വിലയൊന്നുമില്ല കരിഞ്ജീരകം മേടിക്കാൻ കേട്ടോ. നമ്മൾ അപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.